ഉമ്മ, ഞാൻ ഈ യുദ്ധത്തിൽ മരണപ്പെട്ടാൽ, ആ സ്വർഗത്തിലെത്തിയാൽ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കും. ഗസയിലെ 9 വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമോള് തന്റെ ഉമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്. അവസാനം തന്റെ ഉമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാനായി കഴിഞ്ഞ ദിവസം ആ പൊന്നുമോള് അള്ളാഹുവിന്റെ അടുക്കലേക്ക് യാത്രയായിട്ടുണ്ട്. തന്റെ വിശപ്പ് മാറ്റുന്നതിനു വേണ്ടി ഒരു റൊട്ടിക്കഷണത്തിനു വേണ്ടി കാത്തുനിന്ന പൊന്നുമോൾ തന്റെ വിശപ്പ് മാറ്റാൻ കഴിയാതെ, ആ റൊട്ടിക്കഷണം ഒന്ന് വാങ്ങുവാൻ കഴിയാതെ, ഒരു പച്ചപ്പറവയെ പോലെ പടച്ചവന്റെ സ്വർഗമാകുന്ന സ്വർണ്ണ കൊട്ടാരത്തിലേക്ക് തന്റെ പരാതികളൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി പറന്നുപോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പൊന്നുമോൾ പടച്ച റബ്ബിലേക്ക് ചെന്ന് തന്റെ പരാതികളൊക്കെ ബോധിപ്പിച്ച് ആ പരാതികളെല്ലാം പടച്ചവൻ എത്രയും പെട്ടെന്ന് സ്വീകരിച്ച് ജൂത പിശാചുക്കളെ ഈ ലോകത്ത് നിന്നും തന്നെ ഉന്മൂലനം ചെയ്യുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 13 വർഷത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിന് ശേഷം ദൈവം അവർക്ക് കൊടുത്ത കൺമണിയായിരുന്നു. എന്നാൽ ഇന്ന് ആ വെളിച്ചത്തെ ഒരു വിഭാഗം ആളുകൾ ഇല്ലാതാക്കിയിരിക്കുന്നു. ഏത് ഹൃദയങ്ങൾക്കാണ് ഇത് കണ്ടാൽ വേദനിക്കാതിരിക്കുക? ഒന്ന് കരയാൻ പറ്റാതെയുള്ള ആ ഉമ്മയുടെ ഹൃദയം എത്രമാത്രം പിടയുന്നുണ്ടാവും. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന്, ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും എത്രമാത്രം വേദന ഉണ്ടാവും, നൊമ്പരം ഉണ്ടാവും. ഗസയിലെ പിഞ്ചു മക്കളുടെ ശരീരം ചിന്നിച്ചിതർന്ന കണ്ടിട്ട് അതിൽ ആഹ്ലാദിച്ച് സന്തോഷം കണ്ടെത്തുന്ന, കാട്ടുമൃഗത്തേക്കാൾ അധപതിച്ച, കാലിലിരുന്ന ബൂട്ടിനേക്കാൾ കറുത്ത മനസ്സുള്ള കുറച്ച് മനുഷ്യ ജന്മം പേറിയ നായ്ക്കാട്ടങ്ങൾ, അവരെ നമ്മൾ തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്തണം. അവരാണ് നമ്മുടെ നാടിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ ശാപം. ഗസ എന്ന് പറയുന്നത് ഇന്നൊരു ഭൂമി മാത്രമല്ല, ഹൃദയമുള്ള ഓരോ മനുഷ്യന്റെയും മനസ്സിൽ സൂക്ഷിച്ചു വെക്കേണ്ട പ്രതിരോധത്തിന്റെ പ്രതിരൂപമാണ്.